നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പി ഇത്തവണ ഉറപ്പായും അക്കൗണ്ട് തുറക്കുമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. തൃശൂർ, തിരുവനന്തപുരം, പത്തനംതിട്ട എന്നീ മേഖലകളിൽ, ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് വിജയപ്രതീക്ഷ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും സീറ്റ് കിട്ടില്ല എന്ന കാര്യത്തിലേക്ക് ചിന്തിക്കേണ്ടതേയില്ല എന്നും ഒന്നിലധികം സീറ്റുകൾ ബി.ജെ.പിക്ക് ഇത്തവണ ലഭ്യമാകുമെന്ന പ്രതീക്ഷയുമാണ് അവർ പങ്കുവയ്ക്കുന്നത്. എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ പല തിരിച്ചടികൾ ഉണ്ടാകുന്ന ഒരു തിരഞ്ഞെടുപ്പായി തന്നെ ഇത് മാറിയിരിക്കും. തിരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെയായിരുന്നാലും മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ തന്നെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടും. UDFന് മികച്ച രീതിയിൽ കഴിഞ്ഞ തവണത്തേത് ആവർത്തിക്കാനായി സാധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ LDFന് പ്രതീക്ഷിക്കുന്ന സീറ്റൊന്നും തന്നെ ലഭിച്ചില്ലെങ്കിൽ എക്സിറ്റ് പോളിലൊക്കെ തന്നെ നിരാശയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ LDFനുള്ളിൽ പൊട്ടിപ്പുറപ്പെടും. BJPയെ സംബന്ധിച്ചും ഇത്തവണ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അതുണ്ടാകുന്നത് വലിയ തോതിലുള്ള തിരിച്ചടി തന്നെയായിരിക്കും. ഇന്നല്ലെങ്കിൽ ഇനി എന്ന് എന്നുള്ള ചോദ്യം അവശേഷിക്കുകയും ചെയ്യും. അവസാനഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത്. അതിനുശേഷം ജൂൺ 4-ാം തീയതി പുറത്തു വരാനിരിക്കുന്ന ഫലപ്രഖ്യാപനത്തിന് കാതോർത്തിരിക്കുകയാണ് മുന്നണികളും അതുപോലെ തന്നെ രാജ്യത്തെ ജനങ്ങളും. ഒരു മാസത്തിലധികമായി കാത്തിരിക്കുന്ന ഫലപ്രഖ്യാപനമാണ് കേരളത്തെ സംബന്ധിച്ച് വലിയ തോതിൽ പ്രതിരോധം തീർക്കുന്നതും ഒപ്പം വലിയ ആകുലതകൾ സൃഷ്ടിക്കുന്നതും. ദേശീയ തലത്തിലുള്ള ഫലം പുറത്തു വന്നിരിക്കുമ്പോൾ എന്താകും എന്നുള്ളതിനെക്കുറിച്ച് വലിയ സംശയങ്ങളൊന്നും തന്നെ ജനത്തിനില്ല. പക്ഷേ കേരളത്തിൻ്റെ മുന്നോട്ട് പോക്ക്, അത് കേരളത്തെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കേരളത്തിൽ ആര് കൂടുതൽ സീറ്റുകൾ പിടിക്കും? ഇനി അധികാരത്തിൽ കേന്ദ്രത്തിലെത്തുന്നത് NDA ആണോ എന്നുള്ള കാര്യത്തിലും സംശയം ഉയരുന്നു. കേരളത്തിൽ മൂന്ന് മുന്നണികളും ഒരുപോലെയുള്ള ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയാണ്. തിരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ അതുപോലെ തന്നെ നടക്കില്ല എന്നാണ് LDF പറയുന്നത്. എന്നാൽ കേരളത്തിൽ UDFന് മുൻതൂക്കം പ്രവചിക്കുന്നു. ഇടതു മുന്നണിക്കും CPMനും അത് അംഗീകരിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയുണ്ടാകുന്നു. 20-20 സീറ്റും നേടിയെടുക്കാൻ തന്നെയാണ് UDF ഇത്തവണ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അത് പ്രാവർത്തികമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതിനിധികൾ പറയുന്നത്. എന്നാൽ 12 സീറ്റ് വരെ ഉറപ്പായും കിട്ടുമെന്ന വിലയിരുത്തലിൽ തന്നെയാണ് CPM ഉള്ളത്. 12 എന്ന് പറയുന്നത് അതിൽ ചുരുങ്ങില്ല എന്നും 14 സീറ്റുകളിലേക്ക് വരെ കടക്കുമെന്നുമാണ് CPM വിലയിരുത്തിയിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചും ഒട്ടും തന്നെ പ്രതീക്ഷ അവർ വിട്ട് കളയുന്നില്ല. ഒരു സീറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് ലഭിക്കുമെന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നെങ്കിലും 4 സീറ്റ് വരെ, 3 മുതൽ 4 സീറ്റ് വരെ നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവരും പങ്കുവെക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയുന്ന മണ്ഡലങ്ങളെന്ന് പറയുന്നത് തൃശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട എന്നീ മണ്ഡലങ്ങൾ തന്നെയാണ്. പാലക്കാടും ഒരുപക്ഷെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവർ മനസ്സിൽ കരുതുന്നുണ്ട്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അതെന്തൊക്കെയായിരിക്കുമെന്നുള്ളതാണ് ഇനി ചർച്ച ചെയ്യേണ്ടത്. കോൺഗ്രസിൽ ഉണ്ടാകുന്നത് വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ്. കാരണം തൃശ്ശൂർ പോലുള്ളൊരു മണ്ഡലം ത്രികോണ മത്സരം ശക്തമായി ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെ ക്രോസ് വോട്ടിംഗ് ആരോപണവും അതുപോലെ തന്നെ ചേരിതിരിവും ഒക്കെ സംഭവിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അതെന്തെങ്കിലും സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളത് വോട്ടെണ്ണി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ, UDFന് തിരിച്ചടി ഉണ്ടായാൽ അത് വലിയ പൊട്ടിത്തെറികൾക്ക്, പ്രതിസന്ധി രൂക്ഷമാക്കാനുള്ള ഒരു കാരണമായി മാറിയിരിക്കും. ഇതുപോലെ പല മണ്ഡലങ്ങളിലും, മറ്റേതെങ്കിലും മണ്ഡലത്തിൽ ഏറ്റവും അധികം വലിയ മത്സരം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ഉദാഹരണമായി എടുത്ത് പറയാൻ കഴിഞ്ഞത്. മറ്റേതെങ്കിലും മണ്ഡലമാണെങ്കിൽ തന്നെയും സമാനമായ ആരോപണം ഉയരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.